എല്ലാ നല്ലവരായ സിനിമാ പ്രേമികളും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും തുടരും സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിലൊരു ഡയലോഗാണ്, ഇതെന്റെ കഥയാടാ, ഇതിൽ ഞാനാണ് നായകൻ. ലാലേട്ടനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ അല്ലെ? നമുക്ക് പുള്ളിയെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പൊ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ കടന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ചോദ്യമായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും കാലം ഇയാൾ? കണ്ണുകൊണ്ടും പുരികം കൊണ്ടും ഉള്ളംകാലുകൊണ്ടുമൊക്കെ അഭിനയിക്കാൻ കഴിയുന്ന നടന വിസ്മയം നമ്മുടെ മോഹൻലാൽ. ആ മോഹൻലാൽ എന്ന നടനെ തിരിച്ചു കൊണ്ടുവന്ന തരുൺ മൂർത്തിയുടെ ഹിറ്റ് സിനിമ തുടരും. അപ്പൊ അതില് വില്ലൻ കിടിലമായ ഒരു വില്ലൻ ആദ്യം ചിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ രൂപമാറ്റം കൊണ്ട് ഒരു പ്രത്യേക രീതിയിലേക്ക് വളർന്ന് ഒരു കൊടും വില്ലനായിട്ട് മാറുകയാണ്. അപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്ന നായകന് കട്ടയ്ക്ക് നിൽക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രതിനായകൻ. ചിത്രം തീരുമ്പോൾ നമ്മൾക്ക് ജോർജ് മാത്തൻ എന്ന പോലീസുകാരന്റെ കാരണം നോക്കി ഒരു പൊട്ടിക്കാനായിട്ട് തോന്നും ഇല്ല? പണി എന്ന സിനിമയിൽ നമുക്ക് ആ രണ്ട് വില്ലന്മാരോട് തോന്നിയ അതേ ഭാവമാണ് ഇതിലും നമുക്ക് തോന്നുക. അതുതന്നെയാണ് ആ നടന്മാരുടെ വിജയം, അത് തന്നെയാണ് അവരുടെ അഭിനയ കഴിവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ എന്താണ് മനസ്സിലാവുക? NF വർഗീസും മുരളിയും നരേന്ദ്രപ്രസാദും അവരുടെ ഒഴിവുകൾ നികത്താൻ, അല്ലെങ്കിൽ അവർ ഇരുന്ന ആ സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ കഴിയുന്ന മറ്റൊരുത്തൻ ഉയർന്നെഴുന്നേറ്റു. തുടരും എന്ന സിനിമയിലെ വില്ലനായ പ്രകാശ് വർമ്മ. അപ്പൊ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തൊക്കെ വന്ന ഒരു വലിയൊരു താരോദയമാണ് ഈ നടൻ എന്ന് നമുക്ക് പറയാം. മറ്റൊരു കാര്യമുണ്ട് തുടരിനെ കുറിച്ച്, അതായത് ടിക്കറ്റ് വിൽപ്പന തരംഗം തീർത്തു എന്ന് പറയുമ്പോൾ നമുക്ക് എമ്പുരാനുമായിട്ട് ചിലരിത് താരതമ്യം. പക്ഷെ എമ്പുരാൻ സിനിമ ഒരു ഹൈപ്പാണ്, ഒരു 6 വർഷത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള, അതായത് ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ വരാൻ പോകുന്നു, അങ്ങനെ ഒരു ഹൈപ്പാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ, അതുകൂടാതെ കൂടുതൽ ബഡ്ജറ്റ്, വിദേശ താരങ്ങൾ, വിദേശ ലൊക്കേഷനുകൾ, അപ്പൊ അതുമായിട്ട് ഇതിനെ താരം. ഇതൊരു കൊച്ചു സിനിമ, ഒരു കുടുംബപരമായ കഥയുള്ള ഒരു കൊച്ചു സിനിമ. അപ്പൊ ആ എമ്പുരാന്റെ റെക്കോർഡുകൾ പോലും തകർത്താണ് തുടരും എന്ന ഈ നമ്മൾ ഈ പറയുന്ന കൊച്ചു സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഗൂഗിളിലടക്കം ഏറ്റവും കൂടുതൽ സെർച്ചുകൾ വരുന്നത് ഈ സിനിമയെ കുറിച്ചാണ്. നമ്മുടെ ഈ വില്ലൻ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വില്ലൻ ഈ വലിയ സ്ക്രീനിൽ അല്ലെ, ആ സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ പുതുമുഖമാണെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ അദ്ദേഹം വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഒരു ടെക്നീഷ്യനാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആഡ് ഫിലിം കമ്പനിയായ നിർവാണയുടെ സ്ഥാപകനാണ് ഈ പ്രകാശ് വർമ്മ. ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒട്ടേറെ പരസ്യങ്ങളുടെ സംവിധായകനാണ് ഇദ്ദേഹം. ലോകമറിയുന്ന ഒരുപാട് വർക്കുകളെ അഡ്വർടൈസിംഗ് രംഗത്തെ രാജാവാണ് ഇയാൾ. പക്ഷെ പുള്ളിക്കാരൻ ചെറുപ്പത്തിലെ തന്നെ സിനിമ തലയ്ക്ക് പിടിച്ച ഒരു പയ്യനാണ്. തുടരെ സിനിമയ്ക്ക് 1 വർഷം മുമ്പ് ക്ലബ് എമ്മിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പ്രകാശ് വർമ്മ തന്റെ ബാല്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: അച്ഛൻ ആലപ്പുഴ SD കോളേജിലെ ഫിസിക്സ് പ്രൊഫസർ, അമ്മ മട്ടാഞ്ചേരി ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ. എന്നാൽ മകൻ പ്രകാശ് വർമ്മ ആകട്ടെ പഠനത്തിൽ ഒരു ഏവറേജ് മാത്രമായിരുന്നു. അവന് അന്നേ കമ്പം സിനിമയിലായിരുന്നു. അപ്പൊ ആ സിനിമ ഓരോന്ന് ചെറുപ്പത്തിലെ തന്നെ ഈ പയ്യൻ കണ്ടുവന്നാൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവന്റെ ഒരു ഹോബി ചെറുപ്പത്തില്. പക്ഷെ പഠിപ്പിൽ അവൻ ഏവറേജ് ആണെങ്കിൽ കൂടിയും സംഗീതം, ചിത്രരചന, നാടകം തുടങ്ങിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഈ പയ്യൻ മുൻപന്തിലായിരുന്നു. അതിനുശേഷം ഡിഗ്രി പൂർത്തിയായി. അതിനുശേഷം 2 വർഷം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോൾ അവധി ദിവസങ്ങളിലും ഞായറാഴ്ചയുള്ള പ്രധാന പരിപാടി സംവിധായകരെ കാണുകയാണ്. ഭരതൻ, സത്യനന്ദിക്കാട്, ഫാസിൽ എന്നിവരെയൊക്കെ കണ്ടു. ലോഹിതദാസ് സാറിനെ ഇടയ്ക്കിടെ പോയി കാണും. പക്ഷെ അവസരം ഒന്നും ആ കാലത്ത് കിട്ടിയിരുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്, നമുക്കറിയാം ജഗന്നാഥ വർമ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജഗന്നാഥ വർമ്മയെയും ഈ തുടരിലെ വില്ലനായ ജോർജ് മാത്തന്റെയും ഫേസുകളൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയാ, ശരിയോ? കൂട്ടുക, ഒരു സാമ്യം കാണുന്നുണ്ട് നിങ്ങൾക്ക്? സാമ്യം കാണുന്നുണ്ട്. എന്താണ് അതിന് കാരണം? അതായത് മലയാള സിനിമയിൽ ഒരുപാട് കാരണവർ വേഷങ്ങൾ ചെയ്ത ജഗന്നാഥ് വർമ്മയുടെ ജ്യേഷ്ഠന്റെ മകനാണ് തുടരും സിനിമയിലെ ജോർജ് മാത്തൻ എന്ന പ്രകാശ് വർമ്മ. ഇപ്പൊ കാര്യം മനസ്സിലായില്ല? അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണിത്. ജഗന്നാഥ് വർമ്മയുടെ മരുമകനായ വിജി തമ്പിയുടെ സംവിധാന സഹായിയായിട്ടാണ് നമ്മുടെ ഈ വില്ലന്റെ തുടക്കം. ദിലീപ്, മോഹിനി എന്നിവർ
മുഖ്യ വേഷങ്ങളിൽ എത്തിയ മാന്ത്രിക കുതിരയായിരുന്നു ആദ്യ ചിത്രം. അതിനിടയിൽ ലോഹിതദാസ് വിളിച്ചു ലാൽ നായകനായ ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായി. അപ്പൊ അന്ന് ബ്ലസ്സിയൊക്കെ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴും അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി രാജിവെച്ചത്. പക്ഷെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ കിട്ടുന്നത് വരെ 7-8 മാസത്തെ ഒരു ഗ്യാപ്പാണ്. ഇത് പരിഹരിക്കാനാണ് പരസ്യമേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് രാശിയായി എന്ന് പറയാം. ആ മേഖലയിൽ അദ്ദേഹം ഒരു മുടിചൂടാ മന്നനായി എന്ന് പറയാം. വേൾഡ് ക്ലാസ് ഉള്ള നിരവധി പരസ്യങ്ങൾ ചെയ്യാനായി ആ സമയത്ത് അദ്ദേഹം. പിന്നീട് പ്രമുഖ സംവിധായകനായി മാറിയ VK പ്രകാശിന്റെ ട്രെൻഡ് അഡ്വർടൈസിന്റെ പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചാണ് പിന്നെ അദ്ദേഹത്തിന്റെ തുടക്കം. അതുകൂടാതെ VK പ്രകാശ് തന്നെ സംവിധാനം ചെയ്ത പുനരധിവാസം എന്നൊരു ചിത്രമുണ്ട്. അതിലെ ഒരു അസോസിയേറ്റ് ഡയറക്ടറായും നമ്മുടെ ഈ പ്രകാശ് വർമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രെൻഡ് അഡ്വർടൈസിംഗിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് തന്റെ ജീവിതസഖിയായ സ്നേഹ ഐപ്പിനെ പ്രകാശ് കണ്ടുമുട്ടുന്നത്. ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും അവർ ഒരുമിച്ച് വളർന്നു. 2001 ഇരുവരും ചേർന്ന് ബാംഗ്ലൂരിൽ നിർവാണ എന്ന പേരിൽ പരസ്യ ചിത്ര കമ്പനി ആരംഭിച്ചു. പിന്നീടുള്ളതൊക്കെ ചരിത്രമാണ്. ലോകോത്തര ബ്രാൻഡുകളുടെ പരസ്യം ചെയ്യാൻ അവസരം കിട്ടി. വാഗണാർ, ടൈറ്റൻ, ഹൂണ്ടായി സാൻഡ്രോ, ഷവർലെ, ഫ്രൂട്ടി തുടങ്ങി നിരവധി പരസ്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതുകൂടാതെ വോഡാഫോണിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ സൂസു പരസ്യം, നൻപകൽ നേരത്ത് മയക്കത്തിനും പ്രചോദനമായ ഗ്രീൻ പ്ലൈയുടെ പരസ്യം, ഷാരൂഖ് ഖാന്റെ പ്രശസ്തമായ ദുബായ് ടൂറിസത്തിന്റെ ബി മൈ ഗസ്റ്റ്, ഫഹദ് ഫാസിലും നസ്രിയയും ഒന്നിച്ച കാമറി എന്നിങ്ങനെ ഏഡ് രംഗത്തെ അതികായനായി അദ്ദേഹം മാറി. കാഡ്ബറി അടക്കം ജെംസിനും ഡയറി മിൽക്കിനും ഇന്ത്യൻ റെയിൽവേക്കും ഐഫോണിനും ഫേസ്ബുക്കിനും വേണ്ടി പരസ്യങ്ങൾ ചെയ്തു. കൂടാതെ കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം പരസ്യങ്ങളും അദ്ദേഹം ചെയ്തു. ഇന്ന് ലോകത്തിലെ തന്നെ നമ്പർ 1 10 ആഡ് കമ്പനികൾ എടുത്താൽ അതിൽ ഒന്നാണ് ഇദ്ദേഹത്തിന്റെ നിർവാണ. സിനിമയിലെ ഇടവേള പരിഹരിക്കാനാണ് പ്രകാശ് വർമ്മ പരസ്യരംഗത്തിലേക്ക് എത്തിയത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അത് സിനിമയിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ തിരക്ക് പിടിച്ചു ആ മേഖലയിൽ അദ്ദേഹം. അതിനിടയിലും അദ്ദേഹം സിനിമാ സ്വപ്നങ്ങൾ വിട്ടില്ല, അത് ഉള്ളിൽ കൊണ്ടു നടന്നു. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായ 7 സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ പെട്ടിടാം ആരും ആപത്തിൽ എന്ന പ്രോമോ സോങ് സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. ചിത്രത്തിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. മുഴുനീള ചിത്രത്തിന്റെ സംവിധായകനാകാനുള്ള ആഗ്രഹം അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല. അഭിമുഖങ്ങളിലും സംവാദങ്ങളിലും അദ്ദേഹം അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 25 വർഷമായി പരസ്യ മേഖലയിൽ ഉണ്ടെങ്കിലും പരസ്യമാണ് ചെയ്യുന്നതെങ്കിലും താനൊരു ഫിലിം മേക്കർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഷോർട്ട് ഫോമിലുള്ള ഒരു സിനിമയാണ് പരസ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ സിനിമ എന്ന് പറഞ്ഞത് വലിയ ക്യാൻവാസിൽ വലിയ കഥ പറയുന്നു. പക്ഷെ പരസ്യം എന്ന് പറഞ്ഞാലോ ചെറിയ ക്യാൻവാസിൽ വലിയ കഥ പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഷോർട്ട് ഫോമിലുള്ള ഒരു സിനിമയാണ് പരസ്യവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പരസ്യത്തിൽ ഒരു തീമുണ്ട്. നമ്മ ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യം കാണുമ്പോൾ നമ്മളിലേക്ക് അത് എത്തണ്ടേ. അപ്പൊ അതിൽ ഒരു തിരക്കഥയും ഒരു ചെറിയ സ്റ്റോറി ലൈനും അതിനും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചെയ്ത അതിമനോഹരമായ പരസ്യമുണ്ട്. അതായത് തണുത്തുറഞ്ഞ ഒരു പ്രഭാതം, നാട്ടുവഴികളും ചോലകളും വീട്ടുമുറ്റങ്ങളും ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെ കടന്ന് ഓടിപ്പോകുന്ന 7-8 വയസ്സുള്ള ഒരു കുട്ടി, അവന്റെ പുറകെ നിഴൽ പോലെ പോകുന്ന ഒരു പട്ടിക്കുട്ടി. പ്രകാശ് ചെയ്ത ഹിറ്റാക്കിയ ഹച്ചിന്റെ പരസ്യമാണ്. അപ്പൊ ഉപഭോക്താക്ക് എവിടെ പോയാലും ഞങ്ങളുടെ നെറ്റ്വർക്ക് കൂടെയുണ്ടെന്ന് ഇതിലും ക്രിയേറ്റീവായി ഇതിലും ഭംഗിയായി പറയാൻ ഇനി ഒരു പരസ്യത്തിനും കഴിയില്ല. ഒരു പഗ്ഡോഗും കുട്ടിയുമായുള്ള സൗഹൃദത്തിന്റെ കഥയിലൂടെയാണ് ആ പരസ്യം പ്രേക്ഷകരെ ഉള്ളിലേക്ക് കയറുന്നത്. പഗ് എന്ന ബ്രീഡ് നായക്കുട്ടികളെ ഇന്ത്യൻ കുടുംബത്തിൽ അംഗമാക്കുന്നതിലും ഈ പരസ്യത്തിന് വലിയ പങ്കാണ് ഉണ്ടായത്. അപ്പോ നീണ്ട കാലങ്ങൾ കടന്നുപോയി. 25 വർഷത്തിന് ശേഷം, ആ കാത്തിരിപ്പിന് ശേഷം പ്രകാശ് വർമ്മയുടെ സിനിമാ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നു. വെറും വേഷമല്ല, വെറുതെ വന്ന ഒരു ശേഷമല്ലല്ലോ. മറ്റേ നമ്മുടെ ശങ്കരാടി ഒരു സിനിമയിൽ പറയുമ്പോൾ പോലെ കടാകടിയൻ വില്ലനായിട്ടാണ് ആ വരവ്. കാടിളക്കി വരുന്ന ഒറ്റക്കൊമ്പനെ തോട്ടിൽ നിർത്തുന്ന പാപ്പാനെ പോലെ ഒരു 1.5 വില്ലനായിട്ട് വരുന്നു എന്നാണ് പറയുന്നത് എല്ലാവരും. അതിലൊരു ഡയലോഗുണ്ട്, ഇതെന്റെ കഥയാണ്, ഇതിൽ ഞാനാ നായകൻ. ഇന്ന് നായകന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വില്ലൻ
സംഭവം ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമ എങ്കിൽ കൂടിയും ചിത്രം മൂലം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം ഈ പ്രകാശ് വർമ്മയാണ്. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച, നമ്മൾ ഇതിന്റെ ട്രെയിലർ കണ്ടുമ്പോൾ ഈ വില്ലൻ ആ ട്രെയിലറിൽ ഒരിക്കലും കാണുന്നില്ല. അതാണ് തരുൺ മൂർത്തിയുടെ ഒരു ടെക്നിക്ക്. അപ്പോൾ വീഡിയോ ചുരുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക. കൂടാതെ നിങ്ങളുടെ തൊട്ടടുത്ത കൂട്ടുകാരനും കൂടി ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടന്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.